യൂത്ത് കോൺഗ്രസിൻ്റെ 2 വട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി, നിലവിൽ AICC അംഗം, PSC മെമ്പർ, ഈ സ്ഥാനങ്ങളെല്ലാം തന്നെ വഹിച്ച സിമി റോസ്ബെൽ ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. അവർ അനുഭവിച്ച അല്ലെങ്കിൽ സിമി റോസ്ബെല്ലിന് അറിയുന്ന കാര്യങ്ങൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഗ്രൂപ്പ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വനിതകൾ നേരിടുന്ന, വനിതാ പ്രവർത്തകർ നേരിടുന്ന പീഡനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളോട് സിമി റോസ്ബെൽ ജോണിന് പങ്കുവെക്കാനുള്ളത്. ശ്രീമതി സിമി റോസ്ബെൽ ജോൺ, കേരള രാഷ്ട്രീയം, അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് വലിയ ചർച്ച നടക്കുകയാണ്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ മേഖലയിലെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് സിമി റോസ്ബെൽ ജോണിൻ്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പവർ ഗ്രൂപ്പിന് ഇന്ന് കേരളത്തിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കാര്യം ഞാൻ പറയാം. എറണാകുളം ജില്ലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അത് എന്നോട് KPCC പ്രസിഡന്റ് തുറന്നു പറഞ്ഞതാണ്. അതായത് VD സതീശനാണ് എറണാകുളത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ്. അതെ, അദ്ദേഹം തന്നെ എല്ലാ ജില്ലകളെയും നിയന്ത്രിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ജില്ലയിലെ കാര്യമാണ് പറയുന്നത്. ഈ KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡുണ്ട്. അതായത് അദ്ദേഹത്തിന് എൻ്റെ മെറിറ്റ് അറിയാം. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ബാംഗ്ലൂർ AICC സമ്മേളനത്തിന് വന്നിരുന്നു. അദ്ദേഹത്തിന് അന്ന് AICC അംഗമല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അദ്ദേഹം അന്ന് മമ്പരം ദിവാകരനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ യങ്ങസ്റ്റ് AICC മെമ്പറാണ്. അന്ന് സോണിയാജിയാണ് എന്നെ അതിൽ അക്കോമഡേറ്റ് ചെയ്തത്. എനിക്ക് അതിൻ്റെ ബാഡ്ജും എല്ലാം കിട്ടി. ഞാൻ പോയപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് AICC അംഗമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിമി പോകും, ഇപ്പം നാളത്തെ പത്രത്തിൽ സിമിയുടെ ഫോട്ടോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിറ്റേന്ന് ഞാൻ സോണിയാജിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോയാണ് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ വന്നത്. അന്ന് ഡിജിറ്റൽ ഇത്രയും ഇതായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. VD സതീശൻ പോലും AICC അംഗമല്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ KC വേണുഗോപാൽ എന്ന എൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഏക വനിതാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്തസ്സും ആഭിജാത്യവുമുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് ശ്രീ KC വേണുഗോപാൽ തന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ആരെന്താ ആരോപണം പറഞ്ഞാലും എനിക്ക് എന്നും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ വിവാഹത്തിനാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളിലും ദുഃഖമായാലും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ PSC മെമ്പർ കഴിയുമ്പോൾ ഞാൻ AICC അംഗമായിരുന്നു, അത് രണ്ടും ഞാൻ വിശ്വസിച്ച് കൊടുത്തതാണല്ലോ, എനിക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിൽ വലിയൊരു പവർ ഒരു കോക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹൈബീഡിനെ പ്രൊമോട്ട് ചെയ്ത് പാർലമെൻറ്റിലേക്ക് വിട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ വിട്ടു. പിന്നെ PSC അംഗം ആയിരുന്ന ആൻ്റണി ഐസക്കിനെ രാജിവെപ്പിച്ചു. ഞാൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിട്ട് ഷാനിമോളും അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനിൽകുമാർ, ഷാനിമോളും മഹിള, ഇവരെല്ലാവരും എന്നെ കാൻഡിഡേറ്റായിട്ട് മത്സരിപ്പിക്കണമെന്ന് ചാനലിലൂടെ, അന്ന് റിപ്പോർട്ടർ ചാനൽ ഇന്ത്യ വിഷനായിരുന്നു. അപ്പോൾ അത്രയും ഞങ്ങളൊക്കെ പ്രവർത്തിച്ചതാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇങ്ങനെ വിരൽ കൊണ്ടുള്ള പ്രവർത്തനമല്ല, കഷ്ടതയും ത്യാഗവും ഒരു അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു വരുന്നത് അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിമി റോസ്ബെൽ ജോൺ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, VD സതീശന് ഇഷ്ടമില്ലാത്തവരെ, VD സതീശന് താല്പര്യമില്ലാത്തവരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വെട്ടിമാറ്റും. അല്ല, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ട്. അദ്ദേഹം വലിയ നേതാവായിരിക്കും. അദ്ദേഹം എങ്ങനെയാണ് നേതാവായതെന്ന് അദ്ദേഹം തന്നെ ഒരു ആത്മപരിശോധന നടത്തണം. കാരണം അദ്ദേഹത്തിന് എൻ്റെ കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റിയിൽ ഒരു അക്കോമഡേഷൻ കൊടുത്തില്ല, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു അക്കോമഡേഷൻ കൊടുത്തില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഞങ്ങളുടെ 28 അംഗ ഭാരവാഹികളുടെ അതിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പോലും അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അത് ഞാനല്ല, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നേതൃത്വമാണ്. ഞാനതിൽ നിരപരാധിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് NSCI സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് DCCയിൽ ഒരു സ്വീകരണം കൊടുക്കാൻ ഇവിടുത്തെ നേതൃത്വം അനുവദിച്ചില്ല. അന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ YMCAയിൽ ഒരു സ്വീകരണം തരുന്നുണ്ട്, സിമി വരണം, ദയവ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരാളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പലരും വിലക്കിയിട്ടും ഒരാൾക്കൊരു അംഗീകാരം കിട്ടി, അയാളെ സൈഡ് ലൈൻ ചെയ്തു, പക്ഷേ അയാൾ അതിനെ മറികടന്ന് വന്നു. ഞാൻ അവിടെ പോയി. അന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തതിന് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് വലിയ ലീഡേഴ്സാണ് എന്നോടത്ത് സംസാരിച്ചത്. അത്രമാത്രം ഈ സതീശൻ ഈ ജില്ലയിൽ
എല്ലാവരുടെയും ഒരു എന്താ പറയുക ഗുഡ് ബുക്കിൽ ഉണ്ടാവാതിരുന്നൊരു ലീഡറാണ് അദ്ദേഹം അത് മറന്നു. ഞാൻ ഈ അസംബ്ലി സീറ്റിലേക്ക് മത്സരിക്കാനായിട്ട് എനിക്ക് അർഹതയുണ്ടായിരുന്നു, പലവട്ടം പാർലമെൻറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട്. അന്നൊക്കെ ഈ PSC മെമ്പറായിരുന്ന ആൻ്റണി ഐസക് സാറിനെ കൊണ്ടുവന്നു, എഡ്വേർഡ് എഡെഴുത്ത് എന്ന വ്യക്തിനെ കൊണ്ടുവന്നു. എഡ്വേർഡ് എഡെഴുത്ത് വന്നപ്പോൾ ഷാനിമോൾ റിപ്പോർട്ടർ ഇന്ത്യ വിഷനിലെ ചാനലിലെ നികേഷിനോട് ചോദിച്ചു, ഇയാൾ ആരാണ്, ഇയാളെ ഞാൻ കണ്ടിട്ടില്ല, ഇയാൾ എപ്പോഴാണ് ഖദറിട്ടത്, ഇയാൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഞാൻ ആ ഷാനിമോളുടെയൊക്കെ ആർജവത്തെ തൻ്റെ ഇടത്തോടെ അത്ഭുതത്തോടെ കണ്ടൊരു കുട്ടിയാണെന്ന്. മറ്റുള്ള കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി സഹോദരത്തിന് വേണ്ടി വാദിക്കുന്നൊരു നേതാവ്. എന്തുകൊണ്ടായിരിക്കും ഈ VD സതീശൻ തനിക്കിഷ്ടമില്ലാത്ത സ്ത്രീകളെ ഈ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്, അദ്ദേഹത്തോടല്ലേ. സിമി റോസ് ബെൽ ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക്, മുതിർന്ന കോൺഗ്രസ് നേതാവിന് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മളുമായി പങ്കുവെക്കാം. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് സാജൻ ഇബ്രാഹിമിൻ്റെ ഉറ്റ ചങ്ങാതിയായ മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് നമ്മുടെ സുജിത് നായർ പറഞ്ഞത് എൻ്റെ മൊബൈലിലുണ്ട്, റെക്കോർഡാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, സിമി റോസ് ബെൽ അവരൊക്കെ ഇപ്പോൾ പിക്ചറിലുണ്ടോ, അവരൊക്കെ വിസ്മൃതിയിലായാലും എന്നൊരു പരിഹസിക്കുകയാണ്. ഇവർ പരിഹസിക്കാൻ മാത്രം എൻ്റെ അത്ര പ്രവർത്തിച്ചിട്ടുണ്ടോ പരിഹസിക്കാൻ? എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്? കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുടെ കഴിവും പ്രാപ്തിയുമല്ല കോൺഗ്രസ് നേതൃനിരയിലേക്ക് എത്താനുള്ള മാനദണ്ഡം. അതായത് ഇത്തരത്തിലുള്ള നേതാക്കളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ സ്ഥാനങ്ങൾ ലഭിക്കൂ എന്നല്ലേ സിമി പറയുന്നത്? ഞാൻ മെറിറ്റിലൂടെ വന്ന ഒരാളാണ്, മെറിറ്റിലൂടെ, പ്യുവർ മെറിറ്റ്, ഒരു വളഞ്ഞ വഴിയിലൂടെ വന്നതല്ല. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകളായിരുന്നു. എൻ്റെ പിതാവ് HMTയിൽ ഒരു എഞ്ചിനീയറായിരുന്നു. എൻ്റെ 2 സഹോദരങ്ങളും ഇവിടുത്തെ പൗരത്വം വിദേശ രാജ്യത്താണ്. എന്നിട്ട് പോലും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിച്ചതാണ്. അപ്പം കഴിവും പ്രാപ്തിയുമല്ല ഇത്തരം നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇടനിർത്തിയാൽ മാത്രമേ പാർട്ടിയിൽ ഭാരവാഹിത്വം ലഭിക്കൂ, അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്ത് സീറ്റ് ലഭിക്കൂ എന്നല്ലേ സിമി റോസ് ബെൽ ജോൺ പറയും? ഇല്ല, ഇപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ എന്നെ സൈഡ് ലൈൻ ചെയ്തത് എൻ്റെ തന്നെ സമുദായത്തിൽപ്പെട്ട പ്രൊഫസർ KV തോമസ് ആണ്. പത്മജ വേണുഗോപാലൊക്കെ എനിക്ക് വേണ്ടി കാര്യം എന്തൊക്കെ ആയിക്കോട്ടെ, ഇന്നവർ ഈ പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊക്കെ കല്യാണിക്കുട്ടി അമ്മയാണെങ്കിലും ഞങ്ങളൊക്കെ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കും, ക്ലിഫ് ഹൗസിൽ ഞങ്ങൾക്ക് അക്കോമഡേഷന് ഫുഡും തരുന്ന ലീഡേഴ്സാണ്. ഇന്ന് എത്ര ലീഡേഴ്സ് അങ്ങനത്തെ ഉണ്ട്. വനിതകളെ നമ്മളെയൊക്കെ കൊച്ചുകുട്ടികളെ ചേർത്ത് നിർത്തും കല്യാണിക്കുട്ടിയമ്മ. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കല്യാണിക്കുട്ടിയമ്മ ഫോൺ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. അന്ന് ലാൻഡ് ഫോണുള്ളൂ, മൊബൈലില്ല. എൻ്റെ അസുഖങ്ങൾ തന്നെ പത്മജ ചേച്ചി ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. അങ്ങനെ നമുക്കൊരു ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞങ്ങളെത്തൊന്നും ആരും ഒന്നും മോശമായിട്ട് പെരുമാറാനായിട്ട് ലീഡർ അടക്കമുള്ള ആളുകളുടെ ഒരു സുരക്ഷിത വലയത്തിലായിരുന്നു. പക്ഷേ അപ്പോൾ സിമി റോസ് ബെൽ ജോൺ പറഞ്ഞു വരുന്ന ഇപ്പോൾ അത്തരമൊരു സാഹചര്യമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ത് കാരണത്താലാണ് ഇപ്പോൾ ഹൈബീഡൻ എനിക്ക് ശേഷം 15 വർഷങ്ങൾ എൻ്റെ പ്രവർത്തന ശേഷം വന്ന ഒരാളാണ്. ഹൈബീഡൻ്റെ പിതാവിനെ MLA സ്ഥാനത്ത് നിന്ന് MP ആക്കി. അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ പിടിച്ചാക്കി. കാരണം ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സീനിയർ ലീഡറിന് പിന്നെ ആ സ്പേസ് കിട്ടില്ലല്ലോ, അങ്ങനെ ആക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവിടെ വീണ്ടും ബൈ ഇലക്ഷൻ വരുവാണ്. അപ്പോഴും നമ്മളെ കാൻഡിഡേറ്റ് അപ്പോൾ എഡ്വേർഡ് എഡെഴുത്ത് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. അതിന് മുമ്പ് ആൻ്റണി ഐസക്കിനെ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് വേണ്ടി സംസാരിച്ചവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഞാൻ PSC കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ വിനോദ് ഒരു ജില്ലയിലുള്ളൊരു നേതാവ് TJ വിനോദിനെ എന്നോട് മലയാള മനോരമ ചാനലടക്കം സർവ്വ ചാനൽ ചോദിച്ചു, ഈ വിനോദ് ആരാന്ന്, വിനോദ് ആരാന്ന് ചോദിക്കാത്ത ഒറ്റ ആളുകളില്ല. വിനോദിനെ ആർക്കും അറിയില്ലായിരുന്നു, സംസ്ഥാന ലീഡർഷിപ്പിൽ ആർക്കും അറിയില്ലായിരുന്നു. വിനോദിനെ, അതായത് ഹൈബിയുടെ സീറ്റ് വിനോദിനോട്, ഇതെല്ലാം വലിയ പ്ലാനിങ് ആണ്. കാരണം ചില ആൾക്കാർക്ക് ഇവിടെ ധനകാര്യമന്ത്രിയാവണം. അപ്പോൾ സിമി റോസ് ബെല്ലിനെ പോലെ ഒരു സീനിയർ നേതാവ്, വനിതാ നേതാവ് വരാൻ പാടില്ല. അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ ഏറ്റവും റെക്കോർഡ് മെജോറിറ്റിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ 28 ഡിവിഷനിൽ നിന്ന് ഒറ്റ ആണ് എറണാകുളം ജില്ലാ കൗൺസിൽ ജയിച്ച ഒരാൾ. അപ്പോൾ അതിന് സൈഡ് ലൈൻ അന്നും ഞാൻ നിശബ്ദത പാലിച്ചു. കാരണം ഞാൻ ഒരിക്കലും ഒരാളുടെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കത്തരാം. കാരണം ദൈവം അറിയാതെ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെയധികം വേദന തോന്നി. രമേശിയൊക്കെ എന്നോട് അദ്ദേഹത്തിൻ്റെ നിസ്സഹാവസ്ഥ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ KPCCയുടെ ലിസ്റ്റ് വന്നപ്പോൾ ഒരു ചെക്ക് തട്ടിപ്പുകാരീനെ ലിസ്റ്റാണ് കൊടുത്തത് ഇവിടുത്തെ MP യും
ഈ ചെക്ക് തട്ടിപ്പുകാരി എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലെ KPCC ജനറൽ സെക്രട്ടറിയാണോ? അതെ അതെ, തീർച്ചയായിട്ടും അവരുടെ ഫോട്ടോയും എല്ലാം വന്നിട്ടുണ്ട്. അവരുടെ പേര് വെളിപ്പെടുത്താൻ കഴിയും? ഇനി തീർച്ചയായിട്ടും ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ അത്ര പ്രവർത്തിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് ലീഡർഷിപ്പിലായിരുന്നോ? ഏതെങ്കിലും ഒരു കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? കോളേജിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുണ്ടോ? എന്താണ് അവരുടെ മെറിറ്റ്? എന്താണ് അവരുടെ ക്രൈറ്റീരിയ? ആരാണ് ആ വ്യക്തി എന്നുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും? തീർച്ചയായിട്ടും ദീപ്തി മേരി വർഗീസ് എന്ന വ്യക്തി തന്നെയാണ്. അതായത് ഇവരുടെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയ വനിതാ നേതാവിനെ KPCC ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കിയ സിമി റോസ്ബെൽ ജോണിനെ അവർ മാറ്റി നിർത്തുന്നു. അത് രമേശ് എന്നോട് പറഞ്ഞത് സിമി PSC നന്നായി പ്രവർത്തിച്ചു, PSC മെമ്പറെ തന്നെ പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സിമിക്ക് നല്ല അക്കോമഡേഷൻ AICCയിൽ തന്നെ തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. KC വേണുഗോപാൽ അതിന് വില്ലിംഗ് ആണ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ സതീശനും ഹൈബിയുടെ MP ആണ് അത് തടഞ്ഞത്. ഒരു വിധത്തിലും പോട്ടെ, അസംബ്ലിയിലും പാർലമെൻറ്റിലും മറ്റേ ജെബി മെത്ര പോലെ ഒരു സുപ്രഭാതത്തിൽ രാജ്യസഭയിലും ഒക്കെ വരാനല്ല ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത്. ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതം, വിദേശത്തുള്ള എല്ലാം ഞാൻ ത്യജിച്ചതാണ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏക മകളാണ്. അവർക്ക് ആർക്കും അത്ര വലിയ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. PT തോമസ് എന്ന ആ നല്ല മനുഷ്യൻ്റെ എൻ്റെ അച്ഛനോട് അദ്ദേഹം അത്ര പറഞ്ഞു, സിമിയെ പോലൊരു കുട്ടീനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം തന്നെയാണ് ഞാൻ രാജീവ് ഗാന്ധി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൻ്റെ അച്ഛൻ കൊണ്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ മത്സരിച്ച് ഞാൻ 2 തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളിന്ന് വീട്ടിൽ അന്നൊന്നും സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ അച്ഛനമ്മമാരെ പോലെ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതായത് സിമി റോസ്ബെൽ ജോണിൻ്റെ അവസരം നഷ്ടമാകുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ ഇടം ലഭിക്കാത്തത് കൊണ്ട് ആണ് എന്നാണ് സിമി റോസ്ബെൽ ജോൺ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ പോലെ പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഇപ്പോൾ എനിക്ക് അസംബ്ലി സീറ്റ് പാർലമെൻറ്റിൽ തരാതിരുന്നപ്പോഴൊക്കെ പത്മജ ഇടപെട്ടിട്ടുണ്ട്, പ്രൊഫസർ KV തോമസിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. നയൻ കൃഷ്ണമേനോൻ മാർഗിലെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആ ബംഗ്ലാവിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഫുഡും അക്കോമഡേഷൻ വരെ പത്മജ ചേച്ചി അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ വനിതാ നേതാക്കളോടൊപ്പം ജീവിച്ചവരാണ് ഞങ്ങൾ. ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫ് എപ്പോൾ ചെന്നാലും ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ വിടില്ല. KC വേണുഗോപാലിൻ്റെ വൈഫ് എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ എന്താ പറയുക, എല്ലാവരും കൂടി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സിൽ ഞാൻ എല്ലാവരുടെയും സഹോദരിയായിരുന്നു. കാരണം പ്രതാപവർമ്മ തമ്പാൻ PT ശിഷ്യനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ഭയങ്കരമായൊരു പ്രൊട്ടക്ഷനാണ് എനിക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ കിട്ടിയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സിനിമാ നടിമാരുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടു. പലരും വാതിലിന് മുട്ടുന്നു, ജനലിന് മുട്ടുന്നു, അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ കണ്ടു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും വനിതകൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിഷമത്തോടു കൂടി സിമി റോസ്ബെൽ ജോണിനോട് പങ്കുവച്ചിട്ടുണ്ടോ? അത് ഞാൻ സമയം വരുമ്പോൾ വെളിപ്പെടുത്തും. അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. സമയം വരുമ്പം വെളിപ്പെടുത്തും എന്ന് പറയുന്നത് അത്തരത്തിൽ അനുഭവം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ ഒരു സംഭവം സിമി റോസ്ബെൽ ജോൺ അറിയാം? എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരാതിപ്പെടാനും അവർ തയ്യാറായിരുന്നു. പക്ഷേ പിന്നീട് പല ലീഡേഴ്സിനോട് അവർ സംസാരിച്ചിട്ടുണ്ടാവില്ല, അവരുമായിട്ട് അടുപ്പമുള്ളവർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമുണ്ടായിരുന്നു, ഇനിയുള്ള പോസ്റ്റുകളെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ അവരൊക്കെ വീട്ടിൽ കുടുംബമായിട്ടുള്ളവരുണ്ട്, അതിൽ പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം സിനിമയിലാണെങ്കിലും മുഖ്യധാരയിൽ ഇരിക്കുന്നവരല്ലല്ലോ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളും. കാരണം അവർക്ക് അവരുടെ ആ ഒരു ഇത് നിലനിർത്തണം. അപ്പോൾ അവരത് കണ്ണടച്ച് സഹിക്കുന്നത് പോലെ തന്നെ ഇതിലും സഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ 3 പേർക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ എവിഡൻസ് ഉള്ളത്, 3 പേരുടെ ഉള്ളൂ. അതായത് 3 സ്ത്രീകൾ അനുഭവിച്ച അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്ന് തങ്ങൾ അനുഭവിച്ച ദുരനുഭവത്തെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും സിമി റോസ്ബെൽ ജോണിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇതിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് വെളിപ്പെടുത്താൻ തയ്യാറാകുമോ? നോക്കട്ടെ ഇത് എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയണമല്ലോ. കാരണം ഇതിൻ്റെ അകത്ത് മെറിറ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മെറിറ്റ് ഇല്ലാതെയാണ് ഇത് പോകുന്നത്. പ്രത്യേകിച്ച് വനിതകളുടെ കാര്യത്തിൽ KPCCയിൽ ഒരു വനിത പോലും ഇല്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ KPCCയിൽ ഒരു വൈസ് പ്രസിഡൻ്റ് ഇല്ല. ഇങ്ങനെ പോകുന്നതിൽ 4 വനിതകളുണ്ട്. ഇവരുടെയൊക്കെ ഒന്ന് ട്രാക്ക് റെക്കോർഡിൽ ഇവർ KSUവിലൂടെ, യൂത്ത് കോൺഗ്രസ്സിലൂടെ, മഹിളാ കോൺഗ്രസ്സിലൂടെ വളരെ നല്ല ഒരു ഫൗണ്ടേഷൻ ഇട്ട് വന്ന എത്ര പേരുണ്ടെന്ന്
നിങ്ങൾ ചാനലുകാർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മീഡിയ സെല്ലിൻ്റെ തലപ്പത്ത് നിന്ന് ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. ഇവരെയൊന്നും നമുക്കറിയില്ല, ഇവരൊക്കെ ആരായിരുന്നെന്ന് പോലും അറിയില്ല. ഇവരൊക്കെ ഏതെങ്കിലും ഒരു കോളേജ് തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു KSUവിൻ്റെ ഏതെങ്കിലും ഒരു കോളേജിൽ ഭാരവാഹിയായിട്ടുണ്ടോ എന്ന് എനിക്കില്ലേ അറിയില്ല. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നു, നേതാവാകുന്നു. ഇതെന്താണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അണ്ട് KPCC പ്രസിഡൻറ്റിന് എന്നോട് വലിയ സ്നേഹമാണ്. എപ്പോഴും പറയും, PT ഉൾപ്പെടെ എല്ലാവരും പറയണത്, നീ എന്നേക്കാൾ മുമ്പേ AICC മെമ്പറായ ആളാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ VD സതീശനും MP-യും സമ്മതിക്കുന്നില്ല. അവർ ദീപ്തി മേരി വർഗീസിനെ സപ്പോർട്ട് ചെയ്യുന്നു. കഴിവും പ്രാപ്തിയും പ്രവർത്തന പരിചയവുമല്ല മാനദണ്ഡം. ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ ഇടം ലഭിക്കുക, അല്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പിലെ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തുക, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, പാർലമെന്റ് രംഗത്തേക്ക് മത്സരിക്കാൻ ഉൾപ്പെടെ ഇതാണ് മാനദണ്ഡം എന്നാണ് സിമി റോസ്ബൽ ജോൺ പറഞ്ഞു വെക്കുന്നതിന്റെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പോയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ, അതുപോലെ തന്നെ ശ്രീമതി MLA-യും KPCC ജനറൽ സെക്രട്ടറി ശോഭന ജോർജ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ നമ്മുടെ പ്രിയവങ്കിരിയായ പത്മജ വേണുഗോപാൽ, പിന്നെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അംഗം, എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സിൽ രണ്ടാമത്തെ ടേമിൽ ഭാരവാഹിയായിരുന്നു ഷാഹിദ കമാൽ, അങ്ങനെ നിരവധി പേര്. എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സിലെ മിക്കവരും ഇപ്പോൾ പോയിട്ടുണ്ട് പാർട്ടി വിട്ടിട്ട്. കാരണം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അതായത് KC വേണുഗോപാലിൻ്റെ ടീമിലുള്ളവരോട് ഒരു ഭയങ്കരമായ വിരോധം ഇദ്ദേഹം വെച്ച് പുലർത്തുകയാണ്. മറ്റൊരു കാര്യം, നേരത്തെ സംസാരത്തിനിടയിൽ ജബി മേത്തറുടെ കാര്യം സൂചിപ്പിച്ചു. അവരെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെ വലിയ ആക്ഷേപങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കഴിവും പ്രാപ്തിയും അല്ലാതെ വളഞ്ഞ വഴിയിലൂടെയാണ് ജബി, അല്ലെങ്കിൽ ഇത്തരം നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ ഇടം ലഭിച്ചതിലൂടെയാണ് ജബി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തിയതെന്നാണോ സിമി റോസ്ബൽ ജോൺ? എന്നോട് രമേശ് ചെന്നിത്തലയുടെ അടുത്തുനിന്ന് 8 കൊല്ലം മുമ്പാണ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത്, ആലുവയിൽ വെച്ച്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷന് നിന്നപ്പോൾ ഒരു വോട്ടാണ് അവർക്ക് കിട്ടിയത്, ഒരേ ഒരു വോട്ട്, അവരുടെ വോട്ട് മാത്രം. തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ നിന്നുള്ള ഒരു അംഗത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനപിന്തുണയുള്ള ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരുടെ സ്വാധീനം, അവരുടെ പണാധിപത്യം, അതൊക്കെ ആയിരിക്കാം മാനദണ്ഡങ്ങൾ എനിക്ക് തോന്നുന്നു. ആയിക്കോട്ടെ, അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരമുണ്ട്. എന്നിട്ട് പോലും അവർ ഇത്രയും സീനിയേഴ്സ് പോകുന്ന ഒരു ഇതിൽ അവർക്ക് വേണ്ടി തന്നെ മാനദണ്ഡം മാറ്റി. അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഞങ്ങളെപ്പോലുള്ള സീനിയേഴ്സിനെ ചവിട്ടിത്തേക്കുവാണ്. ചവിട്ടിത്തേക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽജി വന്നു, 135 വനിതകളെ ഈ എറണാകുളത്ത്, ഈ ജില്ലയിൽ ഏറ്റവും റെക്കോർഡ് മജോറിറ്റി ജയിച്ച ഒരാളാണ് ഞാൻ. അവിടെ 135 പേരെ സ്റ്റേജിൽ കയറ്റി. അതിലെനിക്കൊരു 9 പേരെ അറിയാം, കുറച്ച് നല്ല ലീഡേഴ്സ് എന്ന നിലയിൽ 9 പേരെ അറിയാം. ബാക്കി 7 പേരെ, ബാക്കി ഈ 127 പേര്, ഇത്രയും പേരുടെ ഇടയിൽ എൻ്റെയും പത്മജ വേണുഗോപാലിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഞങ്ങളൊക്കെ പുരുഷന്മാരായോ എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് ചോദിച്ചായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ചരിത്രം അറിയുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചവിട്ടി പുറത്താക്കിയാൽ പിന്നെ മഹിളാ കോൺഗ്രസ് ഇവരുടെ കുടുംബ വകയാക്കാമല്ലോ. അപ്പം ഇതൊക്കെ ഞങ്ങൾ നിശബ്ദം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമ്പ് നടത്തി, ഇപ്പോൾ ക്യാമ്പിലൊരു പ്രതിഷേധം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് വരുന്നവർക്കുള്ളതല്ല ഈ പാർട്ടിയുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ഈ പാർട്ടിയിൽ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാൻ പറ്റണം. വളഞ്ഞ വഴിയിലൂടെയും കുൽസിത മാർഗത്തിലൂടെയും പണാധിപത്യത്തിലൂടെയും വരുന്നവർക്ക് മാത്രമല്ല, അവരും പ്രവർത്തിച്ചോട്ടെ, നമുക്ക് ഈ സാമൂഹിക വ്യവസ്ഥിതിയൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ നേരും നെറിയും നന്മയും വിജയിക്കണം. അത്രമാത്രമാണ് എൻ്റെ ഒരു ദൗത്യം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആണ് ഇപ്പോൾ സിമി റോസ്ബൽ ജോൺ കേരള വിഷനിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് കഴിവും പ്രാപ്തിയും പാരമ്പര്യവുമുള്ള കോൺഗ്രസുകാരെ പൂർണ്ണമായും വെട്ടിനിരത്തുന്നു. അവരുടെ ഗുഡ് ബുക്കിൽ ഇടം ലഭിക്കാത്തവർക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് സിമി റോസ്ബൽ ജോൺ. പറയാനുണ്ട്, ഈ ഉമാ തോമസിൻ്റെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഉമാ തോമസിൻ്റെ. അപ്പോൾ ആ ഇലക്ഷന് ഇവരെല്ലാവരും ദീപ്തി മേരി വർഗീസിനെ കാൻഡിഡേറ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി സാറ് രമേശ് ചെന്നിത്തലയും വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു, സീനിയർ ലീഡേഴ്സ്. PT കുടുംബത്തിൽ വൈഫിന് തന്നെ കൊടുക്കണമെന്ന്. അപ്പോൾ അന്ന് ജയരാജിനെ ഇവരെ കോൺടാക്ട് ചെയ്ത വിവരം, പിന്നെ വോട്ട് ചെയ്തതിൻ്റെ കോപ്പി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു നന്ദകുമാർ.
അത് ചാനലിലൂടെ ഞാൻ കണ്ടതാണ്, 1-2 ചാനലിൽ പറഞ്ഞു, ദീപ്തി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ദീപ്തിയെ വെല്ലുവിളിക്കുന്നു. ദീപ്തി ഒരു KPCCയുടെ സമുന്നതമായ പദവിയിൽ ഇരിക്കുകയാണല്ലോ. ദീപ്തി ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ, 1 കോടിക്കോ 2 കോടിക്കോ, ദീപ്തിക്ക് അത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി നോക്കൂന്ന് പറഞ്ഞു ദീപ്തി. കേസൊന്നും കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഉമാ തോമസ് ആ വിഷയം എന്നോട് സംസാരിച്ചു. ആ വിഷയത്തിൽ ഉമാ തോമസിനെ ഒറ്റപ്പെടുത്തി. അതായത് ഈ പാർട്ടിയിൽ നിന്നിട്ട് ജയരാജിന് വോട്ട് ചെയ്യുക, അല്ല ജയരാജനല്ല, അന്നത്തെ കാൻഡിഡേറ്റ് ഡോക്ടർ ജോയ്ക്ക് വോട്ട് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക, ജയരാജന് അയച്ചു കൊടുക്കുക. അതിൻ്റെ തെളിവ് ദല്ലാൽ നന്ദകുമാറായിട്ട് ഇവരെ സംസാരിച്ചതിൻ്റെ അടക്കമുള്ള വോയിസ്, വീഡിയോ ക്ലിപ്പ് എല്ലാം കാണിക്കുക. ഇതെല്ലാം ചെയ്തിട്ട് അവരൊക്കെ വളരെ പാർട്ടിയുടെ സംരക്ഷണത്തിൽ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും MP-യുടെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അവർ ചേർത്ത് പിടിക്കുന്ന ആ കോക്കസിൽ അവരൊക്കെ സുരക്ഷിതരായിരിക്കുന്നു. ഞങ്ങളിതെല്ലാം സഹിച്ച് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പത്മജ ചേച്ചിയെ പോലെ പാർട്ടി വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ റോസക്കുട്ടി ടീച്ചർ എന്ന ഏറ്റവും സീനിയർ മോസ്റ്റാണ്, അവർക്ക് 70 വയസ്സായെന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയാണ്. കിടപ്പ് രോഗിയാണ്, അവർക്ക് പ്രവർത്തിക്കേണ്ടത്, അവർ നല്ല പോസ്റ്റിൽ ഇപ്പോഴും പ്രവർത്തിക്കേണ്ടത്. ലതിക സുഭാഷ്, അവരൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തന്നിട്ടുള്ള ഒരാളാണ് ലതിക സുഭാഷ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ചടങ്ങിൽ അദ്ദേഹം 2 മണിക്കൂർ വൈകിയെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയോട് വിളിച്ചിട്ട് പറഞ്ഞു, മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ സിമി റോസ്ബലിന് കൊടുക്കണോ, മുൻ മന്ത്രി ഡൊമിനിക് പ്രസൻറ്റേഷന് കൊടുക്കണോ ഉദ്ഘാടനം എന്ന് ചോദിച്ചതാണ് എൻ്റെ മുമ്പിൽ വെച്ച്. ഇപ്പം മറ്റുള്ളവരോട് അസൂയയില്ലാത്ത, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ഒരു നല്ല ഒരു സ്ത്രീ രത്നങ്ങളുണ്ടായിരുന്നു ഈ പാർട്ടിയിൽ. അവരൊക്കെ അപ്രതീക്ഷമായി റോസക്കുട്ടി ടീച്ചറില്ല, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം, ശ്രീമതി ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മഹനീയ നേതാവുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാവ്, ശ്രീമതി ജമീല ഇബ്രാഹിം. അവരിന്നിവിടെ അവരില്ല, അവരൊക്കെ മൈനോറിറ്റി ആയിരുന്നു. ഈ 42 വർഷം ഒരു സ്ത്രീയോടും ഒരു മൈനോറിറ്റിയോടും കാണിക്കാത്ത ഒരു സൗജന്യം, ഒരു ഔദാര്യം, അത് ഈ 42 വർഷം കഴിഞ്ഞിട്ട് അതൊരു യൂത്ത് കോൺഗ്രസിന് 1 വോട്ട് കിട്ടിയ ഒരാളോട് ചെയ്തതിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. തീർച്ചയായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് സിമി റോസ്ബൽ ജോൺ ഇപ്പോൾ കേരള വിഷനിലൂടെ നടത്തിയിരിക്കുന്നത്. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. അതിൽ ആ പവർ ഗ്രൂപ്പിൽ അംഗമല്ലാത്തവരെ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിൽ നിന്നും പാർലമെന്ററി രംഗത്തു നിന്നും വെട്ടിമാറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സിമി റോസ്ബൽ ജോൺ ഉന്നയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്.